ഇപ്പം നൈറ്റായി. ഫ്രണ്ടിൽ കാണാൻ അടിപൊളിയാണ്. അപ്പോൾ ഇന്ന് മൺഡേ ആണ്. അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് ഞാനും എൻ്റെ റൂംമേറ്റ്സൊക്കെ ഇട്ട് ഞങ്ങൾ ഇന്ന് ടൊറൻറ്റോക്ക് ഉള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ട്രെയിനിൽ കയറി വെയിറ്റ് ചെയ്യുന്നതാണ്. പോണ വഴി കുറേയൊക്കെ നൈസ് സ്പോട്ടുകളൊക്കെ ഉണ്ട് കാണാൻ. ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു ഗ്രാമപ്രദേശം പോലത്തെ പ്ലേസാണേ, ഗൾഫോ അങ്ങനെ എന്തോ പേരാണ് അവനോട് പറഞ്ഞത്. അപ്പോൾ പോണ വഴി കുറേ സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞ് കുറേ സിറ്റിയും കാര്യങ്ങളൊക്കെ എത്തും. അപ്പോൾ ആ അറ്റത്ത് കാണുന്ന ആ സിൻ ടവർ ഉണ്ട്, അത് കാണാനാണ് മെയിൻ. പിന്നെ ഇവിടെ കുറേ വലിയ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കാരണം നമ്മൾ കിച്ചണറിലാണ്. അപ്പോൾ അവിടെ ഇങ്ങനത്തെ സ്പോട്ടുകളൊന്നുമില്ല. അപ്പോൾ ഇതെന്ന് വെച്ചാൽ മെയിൻ ടൗൺ ആയതുകൊണ്ട് ഇവിടെ കുറേ ഏരിയസൊക്കെ നമുക്ക് കാണാനുണ്ട്, നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പ് ബിൽഡിങ്ങും. അപ്പോൾ നമ്മൾ ബസ്സിൽ നിന്ന് നൈസായിട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ഡയറക്റ്റ് മാളിലേക്ക് എൻട്രി ആണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഡയറക്റ്റ് ടിം ഹോർട്ടൻസിലേക്ക് കയറി അവിടെ നൈസായിട്ട് കോഫിയൊക്കെ കുടിച്ചിട്ട് ഞാനും അവരൊക്കെ ഇട്ട് നമ്മളിങ്ങനെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങാൻ പോണേ. അപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ ടവറും ബിൽഡിങ്ങും എല്ലാം കാണാൻ പറ്റും. നൈസായിട്ട് അങ്ങനെ പോണ്. ആക്ച്വലി ഞങ്ങൾ ടൊറൻറ്റോയിൽ വന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അഡിഡാസിൻ്റെ ഷോറൂമിൽ പോകാൻ വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഓൺ ദ വേ ആണ്. ആക്ച്വലി ഞങ്ങൾക്ക് കൃഷ്ണഗിരിയിൽ നിന്ന് ടൊറൻറ്റോയിലേക്ക് ഓൾമോസ്റ്റ് ഒരു 2.5 hour ട്രാവലിംഗ് ഉണ്ട്. ശരിക്കും ഞങ്ങൾ വന്ന എന്തിനാന്ന് വെച്ചാൽ അഡിഡാസിൻ്റെ ഷോറൂം കണ്ടുപിടിക്കാനാണ്. അവിടെ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഓൺ ദ വേ ആണ് അങ്ങോട്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ നൈസായിട്ട് അഡിഡാസിൻ്റെ ഷോറൂമിലേക്ക് കാണാൻ വേണ്ടി വന്നതാണ്. കാരണം അവിടെ ഒരു 60% ഓഫ് ഉണ്ട്. അപ്പോൾ നൈസായിട്ട് അവിടെ കയറി എന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. ഞാനും എൻ്റെ റൂംമേറ്റും ഞങ്ങളെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് വന്നതാണ്. കുറേയുണ്ട് നൈസായിട്ട് ഇവിടെ ഓരോ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട്. അടിപൊളിയാണ്, കൊള്ളാം. ഞങ്ങളപ്പോൾ മാളിൻ്റെ ഉള്ളിലോട്ട് എൻ്റർ ആയി. ഇനി ഷോപ്പൊന്ന് ഫൈൻഡ് ചെയ്യണം. നൈസായിട്ട് സാറയിൽ വന്നാണ് ഇവിടെ ഷോപ്പിംഗ് മാളിൽ. അപ്പോൾ ഇവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കണതാണ്. ജസ്റ്റ് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര റേറ്റാണ് ഇവിടെ. ഷെയ്ഡിനൊക്കെ തന്നെ $50 $60 ഒക്കെ വരുന്നുണ്ട്. പിന്നെ ജസ്റ്റ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കാം. എൻ്റെ ഈ ഫ്രണ്ടിൽ കണ്ട പ്രിൻറ്റഡ് ഷെയ്ഡില്ലേ, അതിന് ഇവിടുത്തെ $200, അതായത് നാട്ടിലൊരു 12,000 രൂപ. അപ്പോൾ ഞാനപ്പോൾ ഇതൊക്കെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കണമായിരുന്നു. ഇനിയിപ്പോൾ നൈസായിട്ട് ഞങ്ങൾക്ക് താഴത്തോട്ട് പോകണം. ഞങ്ങൾപ്പോൾ പതുക്കെ ഇവിടെ നിന്ന് പോകണേണ് താഴത്തേക്ക്. ഞങ്ങൾക്ക് അഡിഡാസിൻ്റെ അങ്ങോട്ട് പോകണം. അപ്പോൾ കടയൊക്കെ സൂപ്പറാണ്, നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റൊക്കെയാണ് എല്ലാത്തിനും. ഞാൻ അഡിഡാസിൻ്റെ ഷോറൂമിലെത്തി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് വേണം ആ കൂപ്പൺ വെച്ചിട്ട് റെഡീം ചെയ്യാൻ വേണ്ടി. ഇത് റെഡീം കാർഡാണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് 60% ഓഫ് കിട്ടും. ഞങ്ങൾ സാധനങ്ങൾ ഷൂസൊക്കെ നോക്കാൻ വേണ്ടി പോണേ. ഇപ്പോൾ സാമ്പയുടെ കളക്ഷൻസ് അവിടെയാണ്. നമുക്ക് ആ കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോൾ 60% ഓഫ് കിട്ടും. എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നതാണ്. അപ്പോൾ ഞങ്ങൾ അത് നോക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ സാധനങ്ങളെല്ലാം നല്ല കളക്ഷൻ ഉണ്ട് ഇവിടെ. കുഴപ്പമില്ല, എല്ലാം അടിപൊളിയാണ്. ഇവിടെ ആണെങ്കിലും ഡ്രസ്സും ഷൂസും എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിലും ഷൂസൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ കമ്പാരിറ്റീവ്ലി നമ്മൾ നാട്ടിൽ വെച്ച് പറയുമ്പോൾ നല്ല എക്സ്പെൻസ് ആയിരിക്കും. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും മേടിക്കാൻ പറ്റും ഇവിടെ. ഇങ്ങനെ കുറേ മോഡൽസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് നോക്കിയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് അതിൽ നിന്ന് 60% നമുക്ക് ഓഫ് കിട്ടും. കുറേ ഷൂസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കണേ. ഞാൻ എടുത്തത് ഇതാണ്, ബ്ലാക്കിലൊരു ഗ്രേ ഷെയ്ഡ് വരുന്നത്. കാരണം ഇട്ടിട്ട് നല്ല കംഫർട്ടബിളാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്തൊക്കെ നോക്കി അവിടെ. അപ്പോൾ ആദ്യം ഞാൻ എടുത്തത് 9 ആയിരുന്നു സൈസേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേഞ്ച് ചെയ്തിട്ട് അവരോട് പറഞ്ഞു എനിക്ക് 10 സൈസ് തരാൻ പറഞ്ഞപ്പോൾ അവർ ചേഞ്ച് ചെയ്ത് തന്ന്. അപ്പോൾ ഇതിട്ടപ്പോൾ നല്ല കംഫർട്ടബിളാണ്, സൂപ്പറാണ്. ആക്ച്വലി ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് പറഞ്ഞത് $170 പോയിൻറ്റ് സംതിങ് എത്രയോ സെൻസാണ്. പക്ഷേ നമുക്ക് ആ കൂപ്പൺ ഉള്ളത് കൊണ്ട് നമുക്ക് അതിൻ്റെ 60% അതിൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെറ്റ്. പിന്നെ ഇവിടെയെന്ന് വെച്ചാൽ കുറേ കളക്ഷൻ ഉണ്ട്. അതായത് അഡിഡാസിൻ്റെ ലേറ്റസ്റ്റ് മോഡലാണല്ലോ സാമ്പ. അപ്പോൾ അതിൻ്റെ കുറേ വെറൈറ്റി ഉണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എടുത്തതാണ്. ഇനിയിപ്പോൾ ബില്ലിങ്ങിലോട്ട് പോകണം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറൗണ്ട് ഒരു $600 സംതിങ് ആയി എല്ലാം കൂടി, 3 ഷൂസിനും കൂടി. ബട്ട് ഞങ്ങൾക്ക് ആ കാർഡ് അപ്ലൈ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് 3 ഷൂസും കൂടി $212 ഞങ്ങൾക്ക് 3 പെയർ ഷൂസ് കിട്ടി. ആ കൂപ്പൺ കിട്ടിയില്ലാന്നെങ്കിൽ ഞങ്ങൾ അറൗണ്ട് ഒരു 500 സംതിങ് എത്രയോ പേ ചെയ്യണമായിരുന്നു. പക്ഷെ അതുണ്ടായ ഒറ്റ റീസൺ കൊണ്ടാണ് ഞങ്ങൾ വന്നത് ഇവിടെ. കാരണം ഇനി ഇങ്ങനെ ഇത്രയും ഓഫർ കിട്ടുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് മേടിക്കാൻ പറ്റുന്ന സാധനമൊക്കെ മേടിക്കും. ഞങ്ങൾ ഷൂസൊക്കെ മേടിച്ച് 3 ഷൂസ് എടുത്ത് $200. ഇനിയിപ്പോൾ നേരെ ഞങ്ങൾ പുറത്തേക്ക് ഫുഡ് കഴിക്കാം. ഇപ്പം നമ്മുടെ മെയിൻ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇനിയിപ്പോൾ പതുക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം. കാരണം ഇവിടെ അടുത്തൊരു ഐലൻഡ് ഉണ്ട്, ടൊറൻറ്റോ ഐലൻഡ്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണം, അതിനുള്ള പരിപാടി നോക്കണം. ഞങ്ങൾ മാളുടെ അകത്തുനിന്ന് ഇറങ്ങി ഇപ്പോൾ പുറത്തേക്ക് വന്നതാണ്. കാരണം ഞങ്ങൾക്ക് ഐലൻഡിലോട്ട് പോകണമെങ്കിൽ ഊബർ എടുക്കണേ. അപ്പോൾ അതെടുക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തേക്ക് വന്നാണ്. നൈസ് വ്യൂ. ഊബർ ബുക്ക് ചെയ്തിട്ടുള്ള വെയിറ്റ് ചെയ്തിരിക്കണേ. ഇപ്പോൾ ലിഫ്റ്റ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആ ആപ്പ് യൂസ് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി ചീപ്പായിട്ട് കിട്ടും റൈഡൊക്കെ. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണേ. ഞങ്ങളുടെ ഊബർ വന്ന്. അപ്പോൾ ഊബറിലെ ചേട്ടൻ മലയാളിയാണ്, പുള്ളി മലപ്പുറത്തുള്ള. പുള്ളി ഇങ്ങനെ ഓരോ കാര്യമൊക്കെ പറഞ്ഞു തന്നെയായിരുന്നു നമുക്ക്. പിന്നെ അങ്ങോട്ട് ഇങ്ങനെ പരിചയപ്പെട്ട് പിന്നെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഐലൻഡിലോട്ട് പോകണേ.
അപ്പോൾ ഇവിടെ നിന്ന് വണ്ടിയുടെ ഉള്ളിൽ നിന്ന് കാണാനൊക്കെ അടിപൊളിയാണ് ഇങ്ങനെ ട്രെയിനൊക്കെ പോകാൻ. ഇതാണ് ഇവിടുത്തെ ട്രെയിൻ വന്നത്. ഞങ്ങൾ ആ ചേട്ടൻ കൊണ്ടുവന്ന് ഇവിടെ ഐലൻഡിൽ ഡ്രോപ്പ് ചെയ്ത്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ ബോട്ടൊക്കെ അന്വേഷിക്കണം. അപ്പോൾ അതൊക്കെ നോക്കണേ. ഇവിടെ നിന്നൊക്കെ നല്ല വ്യൂ ഉണ്ട്, പക്ഷേ ഇതിനേക്കാളും നൈസ് രാത്രി ആകുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഐലൻഡിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഇതിൻ്റെ വീഡിയോസൊക്കെ എടുത്താൽ അടിപൊളിയായിരിക്കും കാണാൻ. ഇവിടുത്തെ ആൾക്കാർ ഇവിടുന്ന് റൈഡൊക്കെ പ്രൊവൈഡ് ചെയ്യും ഐലൻഡിലോട്ടെ. അപ്പോൾ അവർ നൈറ്റ് റൈഡൊക്കെ കൊടുക്കാൻ വേണ്ടി ബോട്ടും കാര്യങ്ങളും ക്ലീനിങ് ഒക്കെ നടത്തുന്നതാണ് അവിടെ. ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഓരോ ബോട്ടിൻ്റെ അവിടെ ചെന്നിട്ടും ഇങ്ങനെ നോക്കിയൊക്കെ പോകണതാണ്. അപ്പോൾ നമുക്ക് പ്രൈവറ്റായിട്ട് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ അവിടെ അറ്റത്തുണ്ടെന്ന് പറഞ്ഞത്. ഞങ്ങളപ്പോൾ ഇതിൻ്റെ എൻഡിലോട്ട് പോകണതാണ്. ചെറിയ ബോട്ടുകളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞേ. അപ്പോൾ നമ്മൾ അത് നോക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവർ ഞങ്ങളോട് പറഞ്ഞ ചെറിയ ബോട്ടേ, ടിക്കി ടാക്സി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 1-2 ഉണ്ട്. ഇവർ ഒരേ ടീമാണ്. അപ്പോൾ ഇവർ നടത്തണം ഇങ്ങനെ. ഇപ്പോൾ നൈസായിട്ട് ഇവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കണം എങ്ങനെയെന്ന്. പറ്റിയ ഇതെടുക്കും. അപ്പോൾ ഞങ്ങൾ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കണം എങ്ങനെയെന്ന്. നമ്മൾ ഈ ബോട്ട് കൺഫേം ആക്കി. ഇനിയിപ്പോൾ ഈ ടിക്കറ്റ് ടാക്സി എടുത്ത് ഞങ്ങൾ 3 പേരും കൂടി ഐലൻഡിലേക്ക് പോകാൻ വേണ്ടി പോകണേണ്. അപ്പോൾ ഇതാ നമ്മൾ എടുത്തേണ ബോട്ടേ. അപ്പോൾ ഇതിൽ നമ്മൾ 3 പേരും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പോൾ പുള്ളി പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് മാറ്റി സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് ഈ വ്യൂ ഒക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾമോസ്റ്റ് എത്തി നമ്മ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാം, അതിനുള്ള സ്പോട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് ഫുള്ള് നമുക്ക് ആ അറ്റത്ത് കാണുന്നത് ഫുള്ള് പാർക്കിൻ്റെ ഒരു ഏരിയ ഉണ്ട്, ഒരു ഐലൻഡാണത്. അപ്പോൾ ഇവിടെ നമുക്ക് റിട്ടേൺ ഇവർ തന്നിട്ടുണ്ട്. നമ്മൾ റീച്ചായി. ഇതാണ് നമ്മുടെ ഞങ്ങൾ ഐലൻഡിലേക്ക് എത്തി. ഇപ്പം ഞങ്ങൾ പിസ്സയൊക്കെ മേടിച്ച് കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ നൈസായിട്ട് എവിടെയെങ്കിലും പോയി ഒരു സ്പോട്ട് തപ്പിയിട്ട് അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കണം. ബാക്കി അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കാണിച്ചു തരാം. ഇനിയിപ്പോൾ പാർക്കിലോട്ട് പോകണം ഞങ്ങൾക്ക്. അപ്പോൾ നമ്മൾ പാർക്കിലോട്ട് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. നിറച്ച ആൾക്കാരാട്ടോ, കാരണം കുറേ ഫാമിലിയും ഫ്രണ്ട്സും അങ്ങനെയുള്ളവർക്കൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അതായത് ഒരു ഐലൻഡാണ്, അതിൻ്റെ ചുറ്റും ഫുള്ള് ലേക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് അടിപൊളിയാണ്. മൊത്തം ഒരു നേച്ചർ വൈബാണ് ഇവിടെ ഉള്ളിലൊക്കെ. ആയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ സൺസെറ്റ് ആവാറായി. എൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഭയങ്കര കണ്ണിലേക്ക് വിളിച്ചത്. ഞങ്ങൾ സ്റ്റേഷനിലെത്തിയിട്ട് നമ്മുടെ ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനായിരുന്നു. ഇതാണ് നമ്മുടെ ബോട്ട് ട്രെയിൻ. ഇപ്പോൾ ഇതെടുത്തിട്ട് വേണം ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി. ഞങ്ങളുടെ സ്റ്റോപ്പിലെത്തിയിട്ട് നടക്കണതാണ്. കാരണം ഇപ്പോൾ ഇവിടെ നിന്ന് റാംസി വരെ ഞങ്ങൾക്ക് ട്രെയിനുള്ളേ. ഇപ്പോൾ ഇവിടെ നിന്നെങ്കിൽ ട്രാം പോകണം, അല്ലെങ്കിൽ ബസ്സിന് പോകണം. ട്രെയിൻ കഴിഞ്ഞിട്ട് ഇവിടെ ബസ് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്റ്റേഷൻ തന്നെ. പിന്നെ ഇതിവിടെ നമുക്ക് കാണിക്കും. ഇതിനകത്ത് നമുക്ക് എപ്പോൾ ബസ് വരും, ടൈമും കാര്യങ്ങളും സ്റ്റേഷനും പ്ലാറ്റ്ഫോമൊക്കെ ഇവിടെ കാണിക്കും. അതനുസരിച്ച് നമുക്ക് ഇറങ്ങിയാൽ മതി. പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ നമ്മുടെ ബസ് വന്നു. ഇതാണ് നമ്മുടെ ബസ്. ഇപ്പോൾ നമുക്ക് ബസ്സിൽ കയറിയിട്ട് നമുക്ക് ഇവിടുന്ന് യൂണിയൻ സ്റ്റേഷനിൽ പോകണം. ഡയറക്റ്റ് കിച്ചണിലേക്ക് കിട്ടും. കിച്ചണിൽ നിന്ന് ഞങ്ങൾക്ക് ഇനി ഊബർ വിളിക്കേണ്ടി വരും. ഞങ്ങൾ കയറി കഴിഞ്ഞിട്ട് ബാക്കി എന്തൊക്കെയാണ് ഞാൻ പറയാം. ഇവിടുന്ന് ബസ്സിൽ കയറി ഞങ്ങൾക്ക് ഡയറക്റ്റ് കിച്ചണിലേക്ക് പോകണം. ഊബർ എടുക്കാൻ.